എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് നോക്കൂ, അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടി അതായത് നമ്മൾ അങ്ങനെ യാത്ര പോകാൻ വേണ്ടി തുടങ്ങുവാണ്. നോക്കൂ, അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് പോവാണ്, അതായത് ഇന്ത്യ ടു യൂറോപ്പ്. നോക്കൂ, ഏതാണ്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇൻട്രോ തന്നെ പറയണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകെയായിരുന്നു. അതായത് യാത്ര, അതിന്റെ പേപ്പർ, അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിലും എളുപ്പമായിരുന്നു പെണ്ണുങ്ങളെ പുറകെ നടക്കാൻ വേണ്ടി അല്ലേ, കാര്യങ്ങൾ സാധിച്ചു. നോക്കൂ, ഫൈനലി ഞങ്ങളിപ്പോ ആന്ധ്രയിൽ എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് 1100 സംതിങ് കിലോമീറ്റർ ഇനി ഓടിക്കാനുണ്ട്. നോക്കൂ, അങ്ങനെയെങ്കിൽ നമ്മൾ പാട്ന എത്തും. ഇതുവരെ നമ്മുടെ കാർനെറ്റ് നമ്മുടെ കൈ കിട്ടിയിട്ടില്ല യാത്ര പോകാനുള്ള. ആ കാർനെറ്റ് പാട്നയിൽ നിന്നാണ് ബോംബെയിൽ നിന്ന് കൊറിയർ ചെയ്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് മുഖേന നമ്മൾ ഗുജറാത്തിൽ നിന്ന് പോയപ്പോൾ, അതായത് ഗുജറാത്തിൽ നിന്ന് പോകാൻ നേരത്ത് അവരൊരു കസിൻ ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് നേപ്പാൾ കയറാൻ. നോക്കൂ, അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് എത്തണം. 17-ാം തീയതിയാണ് നമുക്ക് ലാസ്റ്റ് അറ്റൻഡ് ദിവസം. ഇന്ന് ഏതാണ്ട് 13-ാം തീയതിയായി. നമുക്കിനി ദിവസങ്ങൾ വളരെ കുറവാണ്. 18-ാം തീയതി ഗ്രൂപ്പ് വിസ സബ്സ്ക്രിപ്ഷൻ ആണ്, അതായത് ഗ്രൂപ്പ് വിസ വെക്കേണ്ട ദിവസം. നോക്കൂ, നമ്മൾ 3 ഡ്രൈവർമാരായിട്ടാണ് ഇറക്കുന്നത്. ഞാൻ ലിബിൻ, നമ്മുടെ റസാഖ്, അതേപോലെ തന്നെ മിസ്റ്റർ സെബിൻ, എന്റെ ബാല്യകാല സുഹൃത്താണ്. അതായത് ഞങ്ങൾ പ്ലസ് 2 ഒരുമിച്ച് പഠിച്ചാണ്. എന്റെ കൈക്കാരനാ ഞങ്ങൾ രണ്ടും കൂടി ചെന്നാൽ ഞങ്ങൾ വെള്ളപ്പുഴ ഒഴുക്കും. നോക്കൂ, അതിൽ റസാഖ് ഉണ്ട്. റസാഖ് ലിബിനും ചിലപ്പോൾ ഇരുന്ന് ഓടിക്കും, ചിലപ്പോൾ ഞാനും സെബിനും ഓടിക്കും, ചിലപ്പോൾ ലിബിനും സെബിനും അല്ലെ റസാഖ്, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അല്ലേ, എന്നാ ലിബിൻ ഓടിക്കും വാഗുണ്ട്. നോക്കൂ, എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും പേര് വരാനുള്ള മെയിൻ കാരണം എന്നാ ലിബിന് എന്നാ കാര്യം എന്താണെന്ന് വെച്ചാൽ ലിബിൻ പറഞ്ഞ പോലെ നേരത്തെ 17-ാം തീയതി നമുക്ക് അവിടെ ബോർഡറിന്റെ നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അവിടെ എത്തണം. ഒരു കാരണവശാല് നമ്മൾ ഉറങ്ങിപ്പോവോ എന്തെങ്കിലും ചെയ്യും, നമുക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും കാര്യം വന്നാൽ നമ്മൾ അവിടെ നമ്മുടെ സത്യസന്ധമായി പറഞ്ഞു ട്രെയിൻ പോകുന്നുണ്ടോ. അതേസമയം നമ്മൾ എത്താൻ പോയില്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഏകദേശം 65,000 നമുക്ക് ഫൈൻ വരും. ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അത്യാവശ്യം നല്ല കിഡിലൻ ചിക്കൻ ബിരിയാണി കിട്ടി. ഇദ്ദേഹമാണ് അത് ഉണ്ടാക്കി തന്നത്. ആപ്കാ നാം ക്യാ ഹൈ? സുരേഷ്. നോക്കൂ, സുരേഷ് എന്ന് പറഞ്ഞ പുള്ളിയാണ് കിട്ടിലെ ഞങ്ങൾക്ക് പിന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തന്നു. അപ്പൊ ബേട്ടാ നാം ക്യാ ഹൈ? ബേട്ടാ നാം മയാൻ എന്നാണ്. ഈ കാണുന്നത് ഇത് ഹോട്ടലാട്ടോ. ഓ ജഗ കാ നാം ക്യാ ഹൈ? കിतना കിലോമീറ്റർ ഒറീസാക്ക് ബോർഡർ? 50 കിലോമീറ്റർ. നോക്കൂ, 50 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറീസ ബോർഡറിലേക്കാട്ടോ നമ്മൾ എത്താൻ. നമ്മൾ ഏകദേശം ബോർഡർ എല്ലാം ഓടി തീർന്നത്. എനിക്ക് നാളെ രാവിലെ ആ ചേട്ടന്റെ വീട്ടിലും എത്തണം. കാര്യം കാർനെറ്റ് എത്രയും പെട്ടെന്ന് നമ്മുടെ കൈ വേണം. നമ്മുടെ യാത്ര മുന്നോട്ട് പോകണം. ഇനി ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ കാർനെറ്റ് ആണ് അല്ലേ. നോക്കൂ, നമ്മുടെ റസാക്കയും അതുപോലെ തന്നെ സെബിനുണ്ട്. സെബിനെ, നിന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഓടിച്ചു കഴിഞ്ഞപ്പോ? നല്ല എക്സ്പീരിയൻസ് ആണ്. വണ്ടി കണ്ടീഷൻ ആണ്. കുറച്ച് നിന്റെ ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. നല്ല കണ്ടീഷനാണ്, ഓടിക്കാൻ നല്ല സുഖമുണ്ട്. നിന്നോട് ഞാൻ വണ്ടിയുടെ റിവ്യൂ അല്ലേ ചോദിച്ചത്, യാത്ര എങ്ങനെയുണ്ടായിരുന്നു. നോക്കൂ, ഇവനും ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആത്മ സുഹൃത്തുക്കളാണ്. അതായത് 11-12 ഒരുമിച്ച് പഠിച്ചാണ്. ആ സമയത്ത് മുതൽ ഇപ്പം വരെ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഉണ്ടല്ലോ, എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അത്യാവശ്യം പഠിക്കുന്ന സമയത്ത് റിച്ച് ആയിരുന്നു കേട്ടോ. ഞാനുണ്ടല്ലോ ഒന്നുമില്ല, എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പോക്കറ്റ് മണി ഒന്നും കിട്ടില്ല. ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇവന് 100 രൂപ 50 രൂപയൊക്കെ പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇവൻ അതും കൊണ്ട് വരും. എന്നിട്ട് ഇവനാണ് എനിക്ക് ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് മേടിച്ചു തന്നത്, പപ്സും അതുപോലെ സാധനമൊക്കെ മേടിച്ചു തരിക. പിന്നെ എന്നെ കുറേ ആ സമയത്ത് കുറേ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. എല്ലാ സമയത്ത് തന്നെ കുറേയൊക്കെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കൂട്ടാണ്. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഇബിൻചാട്ടിൻ്റെ അനിയനാണ്. ഞാനും ഇവനും അല്ല നമ്മൾ പിന്നെ നീ അതിനെ ഇപ്പം മുഖേനയാണ് നമ്മൾ ഇബിൻചാട്ടിനായിട്ട് കമ്പനിയായി മാറുന്നത് കേട്ടോ. നോക്കൂ, അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇവൻ്റെ വീട് കല്ലുവയിലാണ്, എൻ്റെ വീട് പിന്നെ കിളിയന്ത്രയായിരുന്നു. അങ്ങനെയാണ് സംഭവം. ഇനി റസാഖ് എന്ന് വെച്ചാൽ എൻ്റെ വീട് പണിതുള്ള ആന്തരികമായ കാരിരുമ്പിൻ്റെ ബന്ധമാണ്. കാരിരുമ്പിൻ്റെ നോക്കൂ. അപ്പം ഞാൻ യാത്ര ചെയ്യാൻ നേരത്തെ ആദ്യം ജോസ്മി സാറിനെയാണ് വിളിച്ചത്. അപ്പം ജോസ്മി സാറിന് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് സാറിന് വരാൻ പറ്റത്തില്ല. ഇലക്ഷൻ ഡ്യൂട്ടി കട്ട് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ സാറിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം റസാഖിനെ വിളിച്ചു. അപ്പോൾ റസാഖ് വരാൻ സമ്മതിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു സംശയം, കാരണം നമ്മൾ വണ്ടി നിർത്തി കിടന്നുറങ്ങാനുള്ള സമയമില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 12-ാം തീയതിയാണ്. വെളുപ്പിന് 12 3 മണി 3 മണി പറയുമ്പോൾ 12-ാം തീയതിയാണ് നമ്മൾ ഇറങ്ങിയത്. 12-ാം തീയതി വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വരെ ഓഫ് ചെയ്തിട്ടില്ല. വണ്ടി ഓഫ് ചെയ്തിട്ടില്ല. വണ്ടി ഇപ്പോഴും ഓഫ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഈ 17-ാം തീയതി ആ വിസ സബ്മിറ്റിന്റെ ഗ്രൂപ്പിൻ്റെ അവിടെ എത്തണം. അതുമാത്രമല്ല 18-നാണ് നമുക്ക് അതിൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷം 24-നോട് കൂടിയാണ് നമ്മൾ ചൈനയ്ക്ക് കയറുന്നത്. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അപ്പം സെബിനെ വിളിച്ചു. അപ്പോൾ സെബിനും പറഞ്ഞു, സെബിൻ ആദ്യം വിചാരിച്ച് ഞാൻ പറ്റിക്കാണ്ട് വിളിക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ സെബിനോട് പറഞ്ഞു, അവിടുന്ന് ഫ്ലൈറ്റിന് കയറ്റി വിടാൻ വരാൻ പറഞ്ഞു. അപ്പം
ഇതിനും കൂടെ വന്ന് വളരെ ഉപകാരമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്താതെ കണ്ടിന്യൂസ് ഏറ്റവും കൂടുതൽ ഓടിച്ച ഇന്നലെ 5 ആക്സിഡന്റ് ഇന്നലെ വരുന്ന വഴിക്കുണ്ടായിരുന്നു. അതിലൊരാൾ നമ്മളെടുത്ത് വന്ന് പുള്ളി എന്തോ വേറെ സാധനം അടിച്ചാക്കുമായിരുന്നു. ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ. ഞങ്ങളെ വെറുതെ വിടുന്നു പറഞ്ഞു. കുറച്ച് നോക്കുന്ന അടിച്ച് റോട്ടിൽ കിടക്കുകയാണ്. അങ്ങനെ ഈ റൂട്ടിൽ ഈ ആന്ധ്ര റൂട്ടിൽ ഭയങ്കര ഇതാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒറീസയ്ക്കാണ് കയറുന്നത്. ഭയങ്കര ചെക്കിംഗ് ഉണ്ട്. കാരണം ഇലക്ഷൻ്റെ ചെക്കിങ് കാര്യങ്ങൾ അതുപോലുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അതേപോലെ വണ്ടിയിലേക്ക് വരാൻ നേരത്ത് ആ വണ്ടി നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സമയം ബേക്കിലേക്ക് വരാൻ നേരത്ത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇതൊരു സ്റ്റെപ്പിന് റാക്കറ്റ്, ഇതൊരു സ്റ്റെപ്പിന് 2 സ്റ്റെപ്പിന് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇത് ജെറിക്കാൻ, അതായത് ചൈനയിൽ നമ്മളോട് അവരൊരു വലിയ ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിനകത്ത് മെയിൻ സംഭവമാണ് 40 ലിറ്ററിൻ്റെ ജെറിക്കാൻ വേണം. കാരണം പോകുന്ന റൂട്ടിൽ കുറച്ച് സ്ഥലത്ത് എണ്ണ കിട്ടാൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2 ഏരിയയിലെ സംഭവങ്ങളൊക്കെ വണ്ടികളുണ്ടല്ലോ. ഞങ്ങൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും നമ്പർ പ്ലേറ്റ് ഞങ്ങൾ താഴോട്ട് ഇറക്കി വെച്ചു. ഇത് വെച്ച് കഴിയുമ്പോൾ നമ്പർ പ്ലേറ്റ് മറിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് അങ്ങനെ നമ്മൾ താഴോട്ട് അടിച്ചു. പിന്നെ അതേപോലെ ഇന്ത്യാസ് ഫസ്റ്റ് വാൻ ലൈഫ് ആൻഡ് ബെസ്റ്റ് ലൈഫ് എഴുതി. പിന്നെ 100% ജീസസ്. പിന്നെ ഞങ്ങളുടെ മെയിൻ കൊട്ടേഷൻ ഐ ആം നോട്ട് അഫ്ലേഡ്. ഇത് വായിച്ചേ സെബി എങ്ങനെയാണ്? I am not afraid of failures. I am not afraid of failures because failures is my സിംപ്ലി പരാജയമാണ് എൻ്റെ വിജയത്തിന്റെ. അങ്ങനെ ആർക്കും എൻ്റെ അടുത്ത് വിദ്യാഭ്യാസമുള്ള ഒരുത്തനും ഇല്ലല്ലോ. നീയൊക്കെ എവിടം വരെ പഠിച്ചതാണ്? എന്തായാലും ഒന്ന് പറയണ. എന്നാ ഇത് അർത്ഥം നിനക്കറിയാവോ? ഗൈസ് നോക്കൂ, അതായത് കുറിച്ച് ഞങ്ങൾക്ക് പേടിയില്ല. അതെ, കാരണം തോൽവി ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമല്ല. അല്ല അതെ. ഗൈസ് നോക്കി, ഇവിടെ 2 ക്യാമറ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ ഞങ്ങളുടെ ലോഗോ, ഇത് ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഡിസൈൻ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് തന്നതാണ്. അതായത് ഇന്ത്യ ടു യൂറോപ്പ് എന്നുള്ള ലോഗോ, പിന്നെ ഞങ്ങളുടെ ലോഗോ, പിന്നെ ഞങ്ങളുടെ 2 ഫോട്ടോ, പിന്നെ ഇത് ഞങ്ങളുടെ കൊട്ടേഷനാണ്. യുവർ ഡ്രീം അവർ വേൾഡ്, അതായത് ഈ ബഡ്ജറ്റിന്റെ കൊട്ടേഷനാണ്. ഞങ്ങൾക്ക് ട്രേഡ് മാർക്കുള്ളതാണ്. പിന്നെ ഇന്ത്യയുടെ ഒരു വലിയ ഫ്ലാഗ്. പിന്നെ അതേപോലെ നമ്മുടെ മണ്ണിലൊക്കെ താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറിപ്പോണുള്ള ഈ ഒരു വശത്തോളം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പ് ബോക്സ് വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കൂടുവാണെങ്കിൽ അത് വെക്കാനും വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം നമ്മൾ കുറെ അധികം സാധനം മേടിച്ചിട്ട് കുറെ സാധനം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിൽ സ്ഥലവും കുറെ ഇത് പരിധി കാരണം കുറെ സാധനം നമുക്ക് മാറ്റേണ്ടി വന്നു. ഈ പക്ഷെ അങ്ങനെ ഒരു മാറ്റം ഒരു ചാൻസ് നമുക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്പിലോട്ടാണ് പോകുന്നത്. ഒന്നാമത് യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒരാളെ കൊണ്ടുവരാനോ പിന്നെ ഒരു സാധനം അയക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ സാധനം കയറ്റിയത്. അല്ലേ ഗൈസ് നോക്കൂ, ഇനി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഫോർച്യൂൺ മിറർ, കവിള്, പിന്നെ മിച്ചലിൻ്റെ സംഭവങ്ങൾ, പിന്നെ അതേപോലെയുള്ള വേറെ 2 ലൈറ്റ് വെച്ചുള്ളൂ കേട്ടോ. കാരണം ഈ പ്രാവശ്യം അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ക്യാമറകളുണ്ട്, വലിയ ടോപ്പ് ബോക്സ്. പിന്നെ അതേപോലെ തന്നെ വരാൻ നേരത്തെ തൊട്ടിപ്പുറത്തും ആ ഒരു മണ്ണിൽ നിന്ന് കയറി വരുന്ന സാധനം അത് അതേപോലെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്ര സംഭവമാണ് നമ്മൾ വണ്ടി ചെയ്താൽ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എടുത്തു പറയട്ടെ എന്നാടാ ഒന്ന് എടുക്കാനാ എടുത്തിട്ട് പറയാനാ. അതായത് ഇവിടെ നമ്മൾ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് എടുത്തിട്ട് സംസാരിക്കാം. ഈ സാധനം മേലോട്ട് പോകാൻ വഴിയില്ല. ഈ സാധനം കയറ്റി ഇതൊരു പിന്നെ ഇതാട്ടോ താത്തി കാണിച്ചില്ലേ. അതായത് ഇതൊരു നമ്മുടെ വണ്ടിയുടെ മേലിലേക്ക് നമുക്ക് കയറാനുള്ളൊരു ക്യാരിയറാണ്. അതായത് നമ്മുടെ ബേക്കിലായിരുന്ന സംഭവം. അപ്പോൾ അവിടെ 2 ടയറും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ആ സാധനം വെക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഒരു പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് സെറ്റപ്പ് ചെയ്ത സംഭവമാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഇതിങ്ങനെ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ചവിട്ടി മേലോട്ട് കയറാൻ പറ്റൂട്ടോ. അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അല്ലേ ലിബിനെ? അടച്ചോ 10 ക്യാമറ ഉണ്ട്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ ഒറീസയ്ക്ക് കയറാൻ വേണ്ടി പോവാണ്. ഒറീസയിൽ നിന്ന് ജാർഖണ്ഡ് വഴി ബീഹാർ വഴിയാണ് നമ്മൾ നേപ്പാൾ കടക്കാൻ വേണ്ടി പോകുന്നത്. നേപ്പാൾ ബോർഡറിലൊക്കെ കുറേ സമയത്തിന് പ്രശ്നങ്ങളുണ്ട്. കാരണം വിസയൊക്കെ അടിച്ച് വിസയിൽ അവിടുത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണം കയറാൻ വേണ്ടി. പിന്നെ അവിടെ പൈസ കുറച്ച് മാറ്റണം, പിന്നെ അവിടുത്തെ സിം എടുക്കണം, കുറച്ച് ദിവസം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഗൈസ് ക്രെഡിറ്റ് കാർഡ് പൈസ ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. ഈ പ്രാവശ്യം ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്ക് എടുക്കാം, പോവാം. റെഡി? ഇവിടെ നമ്മുടെ ഒരു സ്ക്രീന്, പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ കാണുന്നത് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഭയങ്കര ക്ലാരിറ്റി കേട്ടോ സ്ക്രീനൊക്കെ. ഇത്ര നേരം വരെ സെബിന വണ്ടി ഓടിച്ചു, ഇപ്പൊ റസാക്ക വണ്ടി എടുക്കാൻ തുടങ്ങി. ഓരോരുത്തരും മാറി എടുത്തില്ലെങ്കിൽ ഞാൻ 200 കിലോമീറ്റർ. എത്ര? 200 കിലോമീറ്റർ. ലിബിന് തള്ളു. നീ എത്ര ലിബി? 200. പുള്ളിക്കാരൻ 500. പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ സെബിന ഓടിച്ചാക്കുന്നത്. സെബിന എത്രയാണ് ഓടിച്ചത്? 800 കിലോമീറ്റർ ഓടിച്ചാണ്. 800 കിലോമീറ്റർ. എത്ര ഓടിച്ചാ സെബി? 800 ഓടിച്ചാണ്. എത്ര? 800 കിലോമീറ്റർ അടുത്ത് സെബിന ഓടിച്ചാണ് കേട്ടോ. അല്ലേ ലിബിയ? അതായത് ഏറ്റവും കൂടുതൽ സൈഡിൽ ഇരുന്ന ഞാനാ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ റൂട്ടിലേക്ക് കയറി. ഈ കാണുന്ന റൂട്ടിൽ കൂടിയാണ് നമ്മൾ നേരെ ഇനി പോകേണ്ടത്. ഏതാണ്ട് 50 കിലോമീറ്റർ അടുത്ത് നമുക്ക് ഒറീസ ബോർഡർ കിട്ടും. ഗൈസ് ഈ കാണുന്ന കുപ്പി സംഭവങ്ങൾ റസാക്കയ്ക്ക് തൊണ്ടവേനുണ്ട്. അപ്പം ചൂടുവെള്ളം മേടിച്ച് വെച്ചാക്കുന്ന കേട്ടോ സംവിധാനങ്ങൾ. കുറഞ്ഞ പോയ മാറിയ
ഓ മൈ ഗോഡ്. റസാക്കയുടെ സംഭവം മാറി എന്നാട്ടോ പറഞ്ഞത്. അതേപോലെ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഈ കാണുന്ന 1000 സംതിങ്, അതായത് 1071 കിലോമീറ്റർ ആണ് നമുക്ക് ഇനിയുള്ള പാട്നയ്ക്ക്. ആ പാട്ന ചെന്ന് നമ്മുടെ കാർനെറ്റും കാര്യങ്ങളും കിട്ടും കേട്ടോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ റൂട്ടിൽ വരാൻ നേരത്ത് ഈ റൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RTO ഏവറേജ് ഇല്ല. RTO ഉണ്ട്, തൂക്കിക്കുന്ന സാധനം ഇല്ല, വണ്ടി പിടിച്ചിടൂല. മറ്റേ മുംബൈ വഴി പോവുകയാണെങ്കിലും മധ്യപ്രദേശും മറ്റേ മുംബൈയും ഭയങ്കര പ്രശ്നമാണ്. ഈ റോഡ് അങ്ങനെ പ്രശ്നമേ ഇല്ല. കാര്യം പറയാൻ മറന്നു. അതിനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റായി ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഔട്ടാവും. അതുമാത്രമല്ല, നമ്മൾ ഓൾറെഡി 2 ലക്ഷത്തി സംതിങ് അവർക്ക് പൈസ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇനിയിപ്പം നമുക്ക് ആ ഗ്രൂപ്പിൽ അടുത്ത ഗ്രൂപ്പിൽ ചെല്ലണമെങ്കിൽ ഏതാണ്ട് 66,000 രൂപ നമുക്ക് ഫൈൻ അടയ്ക്കണം. ആ ഫൈൻ അടച്ചിട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ 5 പേരുടെ ഗ്രൂപ്പിൻ്റെ ഇത് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോരുത്തർക്ക് അവർ എമൗണ്ടും കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എമൗണ്ടും കാര്യങ്ങളും പറഞ്ഞേക്കുന്നതുകൊണ്ട് അതിൽ വ്യത്യാസം വരും. അപ്പോൾ അത് അടുത്ത ഗ്രൂപ്പിൽ പണി കിട്ടും. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ നോക്കൂ, എല്ലാ പ്രാവശ്യത്തെയും പോലെ നമുക്ക് അങ്ങനെ റെസ്റ്റ് എടുത്ത് പോകാൻ പറ്റിയ യാത്രയല്ല. ചൈന കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി. പിന്നെ അത് മാത്രമല്ല, ചൈന കഴിഞ്ഞാൽ ചിലപ്പോൾ കസാക്കിസ്ഥാനിൽ നിന്നോ ജോർജിയയിൽ നിന്നോ ഞങ്ങൾ ബ്രേക്ക് എടുക്കും. കാരണം ഞങ്ങൾക്ക് 45 ദിവസത്തെ ഷെങ്കൻ വിസയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സ്പെയിനിൽ പോയിട്ട് എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ടുള്ള ഈ ഒരു യാത്രയിൽ, വേറെ ഒന്നുമില്ല കേട്ടോ. വിസ നമുക്ക് പെട്ടെന്ന് കിട്ടും, ഡേറ്റും കൂട്ടി കിട്ടും. നമ്മുടെ ആവശ്യം പോലെ ഒരു വട്ടം പോയി തിരിച്ചു വന്നിട്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെയാണ് നമ്മുടെ ഏജന്റ് പറഞ്ഞത് അല്ലേ നമ്മളോട്. അതൊരു യാഥാർത്ഥ്യമാട്ടോ. ലിബി ശരി പറഞ്ഞ വളരെ കറക്റ്റായ കാര്യം കേട്ടോ. അതായതുണ്ടല്ലോ, ഇത്രോ നേരം വരെ നമ്മുടെ വണ്ടി ഓടിച്ച സെബിനാട്ടോ. അതായത് രാത്രി ഫുള്ള് ഓടിച്ചില്ലടാ, രാത്രി ഫുള്ള് ഇവൻ ഓടിച്ചു. ഇവന്റെ ചെറുപ്പം പോലെ വണ്ടി ഓടിക്കുന്നുണ്ട്. രാത്രി ഫുള്ള് വണ്ടി ഓടിച്ചു. കുറച്ച് റസാക്കി ഓടിച്ചില്ല. റസാക്ക കുറച്ച് ഓടിച്ചില്ലേ, കുറച്ച് റസാക്കി ഓടിച്ചു. ഇപ്പൊ റസാക്ക വീണ്ടും കയറിട്ടോ. റസാക്കയ്ക്ക് വണ്ടി ഒന്ന് വിശപ്പെടാൻ ഇച്ചിരി പാടായിരുന്നു. വിശപ്പെട്ടു. റസാക്ക BMW കീച്ചു. BMW പോളയും വണ്ടികൾ എടുക്കും അല്ലേ? ഇതിന് സ്റ്റിയറിംഗിന് മറ്റേ ഇതാണെന്നാ പറഞ്ഞത്. ഹൈറ്റുള്ള വണ്ടി അല്ലേ, ഹൈറ്റുള്ള വണ്ടി എടുക്കുന്നത്. ഇതല്ലല്ലോ പറഞ്ഞ സ്റ്റിയറിംഗിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഓടിച്ചിട്ട് എങ്ങനെ തോന്നുന്നു? അടിപൊളി. വണ്ടി കണ്ടീഷനായി ഇഷ്ടപ്പെട്ടു. നിനക്ക് വേണ്ട സെബിനെ? നല്ല സ്മൂത്താണ്. ആണോ? നമുക്ക് ഇന്നലെ രാത്രി നമ്മൾ 600 കിലോമീറ്റർ ഓടിച്ചില്ലേ? അവിടുന്ന് വിട്ടിട്ട് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല. ഇല്ല, ക്ഷീണമില്ലല്ലോ. ക്ഷീണമില്ല കേട്ടോ. പിന്നെ AC അത്യാവശ്യം നല്ല സെറ്റപ്പ് കേട്ടോ. AC അങ്ങനെ നമുക്ക് ഈ ഡബിൾ ഫാൻ വെച്ചപ്പോൾ നല്ല രീതിയിലുള്ള കൂളിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇവിടെ ഒരു ഗണപതിയുടെ രൂപമുണ്ട്, ഇവിടെ ഒരു കുരിശുണ്ട്, പിന്നെ ഇതൊരു മാതാവിന്റെ രൂപം. പിന്നെ ഇവിടെ ഇതെന്താ റസാക്ക, എന്താ വായിക്കുക? ഇത് റസാക്കയുടെ വണ്ടിയെ ഞാൻ കണ്ടാണ് ഈ സാധനം മേടിക്കുന്നത്. ഓർക്കുണ്ടോ പോളോയില് അല്ലേ? പോളോയിൽ ഈ സെയിം സാധനം ഉണ്ട്. എങ്ങനെയാണ് വായിക്കുക? അള്ളാഹു എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഗണപതിയുടെ സംഭവമുണ്ട്. പിന്നെ ഇത് ഓർത്തഡോക്സ് ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ ഇവിടെ കുറച്ച് കൊന്താ. റോഡേ വലിയ തിരക്കില്ല കേട്ടോ, അത്യാവശ്യം കാലിയാണ് റോഡ് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഫുള്ള് കണ്ടമായിരുന്നു കേട്ടോ. ഫുള്ള് ഇതെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്നുണ്ടോ. പിന്നെ കൃഷിക്ക് വേണ്ടി അതുപോലുള്ള സംവിധാനങ്ങൾക്കും ഭാഗങ്ങൾക്കും വേണ്ടി കിടക്കുന്നുണ്ടോ. ഈ കാണുന്ന പാടമൊക്കെ ഫുൾ അതായിട്ടോ, ഫുൾ കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ആന്ധ്രയുടെ ഒരു ഭാഗം ഇങ്ങനെയായിട്ടോ. അല്ലാത്ത സമയം നല്ല പച്ചപ്പ് എന്ന് വെച്ചാൽ അന്യായ പച്ചപ്പായിരിക്കും. ഈ സമയങ്ങളിൽ പച്ചപ്പ് വളരെ കുറവാണ്. ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൻഡ്രോയിഡ് ഫോൺ ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിന് ഒന്നാമത്തെ കാര്യം ചാർജ് നിൽക്കുകയല്ല, രണ്ടാമത്തെ കാര്യം ഇതിന് ഫുള്ള് ലൈൻ വീണു. അങ്ങനെ ഇത് മൊത്തം കുളം കേട്ടോ. അപ്പം അങ്ങനെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഒരു S1 മേടിച്ചു കേട്ടോ, സാംസങ്ങിൻ്റെ. പണ്ടാരം അതിന്റെ സൈഡ് പൊട്ടുകയും ചെയ്തല്ലോ ലിബിയ. അല്ല എന്നോട് പറഞ്ഞ H ഫോൺ മേടിക്കില്ലേ പുതിയത് മേടിച്ചോട്ടോ. അതിന്റെ സൈഡ് ഗ്ലാസ് പൊട്ടിയതാ. സ്ക്രീനായിരിക്കും അല്ല, ഗ്ലാസ്. അതെങ്ങനെ പൊട്ടി? അതെ, സൈഡ് ഗ്ലാസ് അങ്ങനെ പൊട്ടിട്ടോ. അപ്പൊ ഇത് മേടിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മൾ ചൈനയിൽ ചെല്ലാൻ നേരത്ത് നമുക്ക് അവർ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. 2 VPN ആപ്പ്, പിന്നെ അവിടെ പൈസ പേ ചെയ്യാൻ വേണ്ടി ഒരു സംഭവമുണ്ട്, അലിപേ പോലെ സംഭവം. അങ്ങനത്തെ 2 ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ മാപ്പിന് മറ്റേ സാധനം തോന്നുന്നു, നമ്മൾ മലേഷ്യ പോയപ്പോൾ നമ്മളോട് കുറേ പേര് പറഞ്ഞില്ല ആ സാധനം. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇത് പറ്റും. പിന്നെ എല്ലാ രാജ്യത്തും സിമ്മുകൾ ഇടാൻ അങ്ങനെയൊക്കെ ഒരു പർപ്പസിനാണ് ഇത് മേടിച്ചത്. പക്ഷേ ഇത് പൊട്ടിയത് ഞാൻ കണ്ടില്ല. 2 സ്ഥലത്ത് പൊട്ടിയില്ല. താഴെ വിടടാ സെബിനെ. ഇല്ലടാ, പെടുവേ? ആണോ? ഇത് അന്യായ സൂമിങ് കേട്ടോ. കുളിക്കടവിൽ പോയി കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും അല്ലടാ. ഇവരെന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സെവിൻ കഴിഞ്ഞിട്ട് റസാക്കയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല, റസാക്കയ്ക്ക് കുളിക്കടവിൽ ആവശ്യമാണെന്നാണ്. ആന്ധ്രയുടെ ഒരു മെയിൻ പ്രശ്നം കേട്ടോ ഇത്. നമ്മളൊരു ഹൈവേ കൂടെ പാഞ്ഞു വരാൻ നേരത്ത് ഇതുപോലെ കോണുകൾ വെച്ചിട്ട് പെട്ടെന്ന് ഒറ്റ
ഒറ്റ വരിയൊക്കെ ഉള്ള കേട്ടോ. ഒറ്റ വരി എന്ന് വെച്ചാൽ ഒറ്റ വരി. പിന്നെ ഈ വരി കൂടെ പോകാൻ പറ്റുള്ളൂ അല്ലേ? മെയിൻ്റെനൻസാ അല്ലേ? മെയിൻ്റെനൻസ് നടക്കുന്ന മാത്രമല്ല, ചില സമയങ്ങളിൽ ലോറി രണ്ട് ഇതിലും കയറിയിട്ട് വണ്ടി ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഫ്രണ്ടിലോട്ട് ബ്ലോക്ക് ഉണ്ടാവില്ല. ഇവിടെയുള്ള ബൈക്കുകാർ ഭയങ്കര ശ്രദ്ധിക്കണം അല്ലടാ. നേരത്തെ തന്നെ കണ്ടില്ലായിരുന്നു, അങ്ങനെ ഒറ്റ വളഞ്ഞു വന്നിട്ട് ഒറ്റ കേരള ഹെൽമെറ്റ് പോലും ഒരു സാധനം ഇടൂല. യാത്രയിലെ അടുത്ത ടോൾ എത്തിട്ടോ. എന്നെ കുറെ ടോൾ കയറി. അതായത് നമ്മൾ 5000 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് എനിക്ക് തോന്നിപ്പോൾ 2000 സംതിങ് അങ്ങനെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ നോക്കാൻ 3200 ആയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഇവനെ അപ്പുറത്തേലും ടോൾ എത്രയോ കുറവാണ് ഈ റോട്ടില്. മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടല്ലോ, മഹാരാഷ്ട്ര റൂട്ടിൽ നമ്മൾ പോകുമായിരുന്നുണ്ടല്ലോ വമ്പൻ രീതിയിലുള്ള ഇത് കൂടിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പൊ ഇല്ല, ഇത്ര ഇല്ല. എത്ര ഇത് എത്ര ഇടോ LCV എത്ര ഇടും? ഫൈനലി നമ്മളിപ്പം ഒഡീഷയെ കൂടി കേട്ടോ യാത്ര ചെയ്യുന്നത്. എന്നാടാ ആണോ? ഗൈസ് നോക്കി ഈ കാണുന്ന റൂട്ടിൽ കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒഡീഷ മണ്ണിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ ഒരു വിഷയമുണ്ട് കേട്ടോ, മങ്ങല് പിടിച്ച കാലാവസ്ഥ, ഫോഗി കാലാവസ്ഥ കേട്ടോ. അത് തെളിഞ്ഞിരിക്കുന്ന കാലാവസ്ഥ. പക്ഷെ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഫോഗ് പിടിച്ച കാലാവസ്ഥ. ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ മറ്റേ നമ്മുടെ കാർ കൊണ്ടുവരുന്നത്, ഇത് ഹരിയാനയിലും നാഗാലാൻഡിലും മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അല്ലേ ലിവിൻ? അങ്ങനെയല്ലടാ, ഇവിടെ ഉണ്ടല്ലോ ലിവിന്. ഒറീസ ഉണ്ടോ? ഒറീസയിലും ആന്ധ്രയിലും സെയിം സെറ്റപ്പാ. അതായത് കൊയ്ത്ത് കഴിഞ്ഞ് പാടം പൊടിഞ്ഞു കിടക്കുക കേട്ടോ. ഇനി അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയി കാണുന്നുണ്ട്. ഒഡിയ ലാംഗ്വേജ് ഏകദേശം കംബോഡിയൻ ലാംഗ്വേജ് പോലെയൊക്കെ ഉണ്ടല്ലേ അല്ലേ ലിവിന്? ഒഡിയ അല്ലേ? നമ്മൾ ആ ഏഷ്യൻ കൺട്രിയുടെ ആ സൈഡിൽ പോകുമ്പോൾ എവിടെയൊക്കെയോ ഈ സെയിം ലെറ്റർ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൂട്ടിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിത്തിരക്ക് വളരെ കുറവാണ്. ഞങ്ങൾ ഇത്രയും നേരം വരെ അപ്പുറത്ത് നിന്നൊക്കെ ഓടിയത് ഏഷ്യൻ ഹൈവേ കൂടിയാണ്. ഇപ്പം NH16 കൂടിയാട്ടോ നമ്മൾ ഓടുന്നത്. തിരക്കില്ല കേട്ടോ, റോഡിന് തിരക്കുന്ന ഒരു സാധനം. പക്ഷെ ഇന്നലെ ആക്സിഡന്റിന്റെ കളി എന്ന് വെച്ചാൽ ആക്സിഡന്റ് കളി ഇന്ന് രാവിലെ പറഞ്ഞുണ്ടായത്. ഈ ഇവിടെയുള്ള ആൾക്കാർ ഒട്ടും കെയർ ചെയ്തില്ല. ആന്ധ്രക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കെയർ ചെയ്തില്ല. ഇവർ അവിടുന്ന് ഇവിടുന്ന് കയറി വരും. ചിലപ്പോൾ ഫോൺ വിളിച്ചായിരിക്കും, ചിലർ വെള്ളം അടിച്ചായിരിക്കും. അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. ഇവിടെ വണ്ടി ഓടിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം കേട്ടോ ഈ ആന്ധ്ര. ഈ കാണുന്ന തോന്നുന്നുണ്ടോ ഒഡീഷ? അതെ 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 അതേടാ, ഇങ്ങോട്ട് വശത്തുള്ള കേട്ടോ ലിവിനെ. ആന്ധ്രയിലേക്ക് വന്നുള്ള ചെക്കിങ് അവിടെയായിരുന്നു. ഇപ്പോഴത്തെ സൈഡിന് എനിക്ക് തോന്നുന്നു കുറച്ച് അപ്പുറത്തോട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ സൈഡ് എനിക്ക് തോന്നുന്നു ഒഡീഷയിലേക്ക് കയറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്കിങ് ഉണ്ടോ കേട്ടോ. ഇലക്ഷൻ ചെക്കിങ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളും ബൂത്ത് പോലെ ആക്കിയിട്ട് അവിടെ എല്ലാം ഇലക്ഷൻ ചെക്കിങ്. അതായത് ഈ RTO ചെക്കിങ് അല്ല, വേറെ ചെക്കിങ് ഒന്നും കാണുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ പിരിവുണ്ടാവും, വമ്പം പിരിവ്. ആ പിരിവ് കാണുന്നില്ല. വെൽക്കം ടു ഒഡീഷ. അങ്ങനെ നമ്മൾ ഒഡീഷയിലെത്തി. പണ്ട് ഒറീസ അല്ലായിരുന്നോ, ഇപ്പോൾ അത് ഒഡീഷയായി. പണ്ട് ഒറീസ എന്നായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് ഇത് ഒഡീഷ എന്നാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. ഒറ്റ ഒരെണ്ണത്തിന് ഹെൽമെറ്റ് ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. എല്ലായിടത്തും സ്പീഡ് ലിമിറ്റ് കേട്ടോ. നമ്മുടെ വണ്ടി എത്ര സ്പീഡിലാണ് പോകുന്നതെന്നുള്ള സിഗ്നൽ അല്ലേ, എത്ര സ്പീഡിലാണ് പോകുന്നതെന്നുള്ള സംഭവം കാണിക്കും കേട്ടോ. ഞാൻ ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ യമുന എക്സ്പ്രസ് വേ, അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഇടയ്ക്ക് പോയില്ലേ, ആ എക്സ്പ്രസ് വേയിലൊക്കെ ഈ സെയിം സംവിധാനം ഉണ്ടായിരുന്നു കേട്ടോ. ഹൈവേ കൂടെ എത്ര സ്പീഡിലാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം, ഇവിടുത്തെ ഹൈവേയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഈ പുറത്തുനിന്ന് വണ്ടികൾ വന്നു കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ നേരെ ഫ്രണ്ട് നോക്കി ഇത് കണ്ടോ. ഇതിവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്ക് പാസ് ചെയ്യാനുള്ളൊരു സ്ഥലം ഈ കാണുന്നത് കേട്ടോ. ഇതിലെ വണ്ടികളും ബൈക്കുകളും ഷറാന്ന് പറഞ്ഞു വന്ന് കയറും. അതാണ് ഏറ്റവും വലിയ ഈ റൂട്ടിലൊരു വിഷയം. ഇനിയിപ്പോൾ 1017 കിലോമീറ്റർ ഉണ്ട് പാട്നയ്ക്ക് കേട്ടോ. ഇന്ന് രാത്രി കൊണ്ടൊരു 300 സംതിങ് കിലോമീറ്റർ, ഇന്ന് രാത്രി 300-400 തീർക്കും. ബാക്കി നാളെ നേരം വെളുത്തൊരു 10 മണിക്കുള്ളിൽ ബാക്കി കൂടെ തീർക്കണം. നല്ല റോഡാണ്, രക്ഷപ്പെട്ടു കേട്ടോ. മോശം റോഡാണല്ലോ കുഴപ്പമുള്ളൂ. ഒഡീഷ പിന്നെ നമ്മൾ വെസ്റ്റ് ബംഗാൾ ആ ഒരു ബോർഡർ സൈഡിൽ കൂടിയാണ് ജാർഖണ്ഡ് വഴി അങ്ങനെ കയറുന്നത് കേട്ടോ. ബീഹാറിന് പാട്നയിൽ നിന്ന് കാർനെറ്റ് മേടിക്കുക. എന്നിട്ട് അവിടുന്ന് നേരെ ബീഹാറിൽ നിന്ന് നേരെ നമ്മൾ പിന്നെ ബോർഡർ, അതായത് നേപ്പാൾ ബോർഡർ വഴി കാഠ്മണ്ഡു ഒറ്റ ദിവസമാണ്. ആ 300 കിലോമീറ്റർ ഉള്ളൂ. അതായത് നമുക്ക് പാട്നയിൽ നിന്ന് കാഠ്മണ്ഡുവിന്. അപ്പോൾ ഒരു ദിവസം. പക്ഷേ റോഡ് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. അങ്ങ് നമ്മൾ പണ്ട് ഓമിനി കൊണ്ട് പോയ ആ ഒരു ഇത് മാത്രമല്ലേ നമുക്കുള്ളൂ. അല്ലാതെ നമുക്ക് പിന്നെയുള്ള അറിവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയത്തുള്ളൂ. പിന്നെ അവിടുന്ന് കാഠ്മണ്ഡു നമുക്ക് പോകേണ്ടത് താത്തോപ്പാനി വഴിയാണ് പോകേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. താത്തോപ്പാനി നമ്മുടെ പഴയ ഓമിനി കൊണ്ട് ഞങ്ങൾ മറ്റേ ചൈന ബോർഡറിൽ പോയതൊക്കെ ചിലർക്ക് ഓർമ്മയുണ്ടോ, വീഡിയോ കണ്ടവർക്കൊക്കെ. അപ്പോൾ ആ മനസ്സിലാവും, അതാണ് ആ ചൈന ബോർഡർ, ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അന്ന് ഞങ്ങൾ ഒരിക്കലും അവിടുന്ന് പറഞ്ഞായിരുന്നു ആ വഴി നമുക്ക് ചൈനയിലേക്ക് കയറണമെന്നൊക്കെ ഞങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു റൂട്ടിൽ കൂടിയാണ് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അങ്ങനെയെങ്കിൽ കാഠ്മണ്ഡുവിന് താത്തോപ്പാനിക്കുള്ള വെറും മോശപ്പെട്ട റോഡാണ് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ള അപ്രോക്സിമേറ്റ് 5 പേരുണ്ട്, 4-5 പേരാണ്. അതിലെല്ലാവരും എത്തി, നമ്മൾ മാത്രമേ എത്താത്തുള്ളൂ. ഒരാൾ ഹൈദരാബാദ്, പിന്നെ ബാക്കിയെല്ലാം ഫോറിനേഴ്സൊക്കെയാണ്. ഫോറിനേഴ്സൊക്കെ ഓൾറെഡി 1 മാസമായിട്ട് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്.
അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളും കൂടെ ചെന്നാൽ മതി. പിന്നെ സംരക്ഷണ സംഭവങ്ങൾ കുറച്ചും കൂടെ 2-3 പേപ്പറും കൂടെ, അതായത് ടിബറ്റ് വിസയുടെ 2-3 ടിബറ്റിൽ കൂടെ കയറി പോകുന്ന വിസയുടെ 2-3 പേപ്പർ വർക്കും കാര്യങ്ങളും കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ സംഭവങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. ഗൈസ് നോക്കൂ, ഇപ്പം നമ്മളങ്ങനെ ഒഡീഷയിൽ വണ്ടി നിർത്തി. അതായത് ഇവിടെ ഒരു കരിമീൻ ജ്യൂസ് കിട്ടുന്ന കടയുണ്ട്. അവിടെ നിന്ന് കരിമീൻ ജ്യൂസ് കുടിക്കാണ്ടോ. കുറച്ച് ഇതേപോലത്തെ ലിറ്റിൽ ബിറ്റ് ബ്രേക്കുകൾ എടുക്കാറുള്ളൂ. അങ്ങനെ വലിയ ബ്രേക്കുകൾ എടുക്കാറില്ല. കാരണം മാക്സിമം ഓടിച്ചു പിടിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യം ആയതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഓടിക്കുന്നത് കേട്ടോ. റസാക്ക് ഇറങ്ങി, സെബിൻ ഇറങ്ങി, ഇനിയിപ്പോൾ ലിബിയും കൂടെ ഇറങ്ങാണ്ട്. ലിബിനും കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ലിബിനോ ഇവർക്കോ? നിങ്ങൾക്ക് വേണ്ട? ആടാ, നിനക്ക് വേണ്ടേ? 3 കുടിക്കാം വന്നോ? കഴിച്ച് നോക്കൂ. ലിബിന് കരിമീൻ ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേര് വന്നിട്ടോ. വളരെ നരി പോലെ ഇരിക്കുന്ന കരിമ്പ് കേട്ടോ. ഈ കാണുന്ന കരിമ്പത്താണ് കരിമീൻ ജ്യൂസ്. ഹോണ്ടയുടെ നല്ല കിടില മെഷീനാണല്ലോടാ, അല്ലേ? കീറ് മെഷീനല്ലേ? ഹോണ്ടയുടെ നല്ല കിടില മെഷീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, റോഡ് തിരക്കേ ഇല്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, വഴിയിലെല്ലാം ഇങ്ങനെ ഓമിനി ഇട്ടിട്ടുണ്ടല്ലോ. ഈ ഓമിനിക്കകത്തെല്ലാം പൊല്യൂഷൻ എടുത്ത് കൊടുക്കുന്ന സെറ്റപ്പാട്ടോ, PCC ആ സാധനം. പക്ഷേ ഇത് കറക്റ്റൊന്നും അല്ല കേട്ടോ. ഇത് ഇവന്മാർ പറയും, എന്നെ പറയുന്നറിയാമോ? ഇവന്മാർ വലിയ കോമഡി എന്ന് വെച്ചാൽ ഇവന്മാർ പറയും നമ്മുടെ വണ്ടി ബ്ലോക്ക്ഡ് ആണ്, അതുകൊണ്ട് പിന്നെ നമുക്ക് ബ്ലാക്കിൽ എടുക്കാൻ പറ്റില്ല. 500 രൂപ മേടിച്ചെടുക്കട്ടെ. അപ്പം ശ്രദ്ധിക്കണം ഇവിടെ എടുക്കാൻ നേരത്തെ. കഴിച്ച് നോക്കൂ, നമ്മുടെ ചെറുക്കൻ അങ്ങനെ നേപ്പാൾ ചൈന കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിച്ച് നോക്കൂ, ഞങ്ങൾ ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ. ഞാനിൽ ലിബിന് സത്യം പറഞ്ഞാൽ ഭയങ്കര ആവേശത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നേപ്പാളിൽ നിന്ന് ചൈന കയറുന്ന ഒരു മൂവ്മെൻറ്റിന് വേണ്ടി, അതായത് ചൈന കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നമ്മൾ ഫ്രീ ആയിട്ടോ. പിന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ടാസ്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമോ കാര്യങ്ങളൊന്നും. ചൈന മാത്രമേ നമുക്കൊരു ടാസ്കും സമ്മർദ്ദമൊക്കെ. കഴിച്ച് നോക്കും, സത്യം പറയാം ഇനി നമുക്ക് ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ആ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മുടെ കരിമ്പ് ജ്യൂസ് കിട്ടും കേട്ടോ. 3 ഗ്ലാസ് കരിമ്പ് ജ്യൂസ്. റസാക്കയ്ക്ക് മാത്രം പിന്നെ ഇത് വേണ്ട കേട്ടോ, തണുപ്പ് വേണ്ട. ബാക്കി എല്ലാവർക്കും തണുപ്പ് വേണം. തൊണ്ട ശരിയായോ? കഴിച്ച് നോക്കൂ, റസാക്ക് തൊണ്ടവേദനയുണ്ട്. പിസയുടെ ഒരു ചെറിയ ടൗൺ ഭാഗം കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ മാർക്കറ്റ് പോലത്തെ സംവിധാനം ഉണ്ടാവും. അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് സാധനങ്ങൾ മേടിക്കുന്ന പോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. വലിയ ടൗൺ അല്ല റസാക്ക്, ചെറിയ ഇവിടെ കാറുകൾ നിർത്തിയിട്ടില്ല. വേണ്ട, ഇത്രയും വലിയ ടൗൺ ആയിട്ട് കാറുകളില്ല. ബൈക്ക് ഫുൾ ബൈക്ക് മാത്രം. ബൈക്ക് മാത്രമേ ഉള്ളൂ, വേറൊരു സാധനം ഇല്ലല്ലോ. നോക്കി എത്ര ദൂരം നമ്മൾ ഓടി. ബൈക്കാട്ടോ ഏറ്റവും കൂടുതൽ. കാറുകൾ വളരെ കുറവാണ്. കൂടുതൽ വയലല്ലേ? അതെ. ഈ കായലിലെ നീര് ഇതുവരെ മാറിയില്ല കേട്ടോ. നല്ല നീരുണ്ട്. ഇന്നലെ രാത്രി ഞാൻ വോളിനി അടിച്ചായിരുന്നു. ഇന്ന് വൈകുന്നേരം കിടക്കാൻ നേരത്തെ ഒന്നും കൂടെ വോളിനി അടിക്കുന്നുണ്ടോ. എന്തോ ഭാഗ്യം കേട്ടോ, അല്ലെ പണി പാളിപ്പോയതിന്. ഉള്ളിക്ക് ചെറിയൊരു നീരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഐസ് എപ്പോഴും ശ്രദ്ധിക്കണ്ടോ. അതുപോലെ ക്രോസിംഗ് ഉണ്ട് കേട്ടോ പശു. അതേപോലെ തന്നെ ഈ ബൈക്കുകാരെ ഒരിക്കലും വിശ്വാസമല്ല, ഇവർ ചാട്ടിക്കറിങ്ങ് പോരും കേട്ടോ. എപ്പോഴും നമ്മൾ ഈ റൂട്ടിൽ ഓടിക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാട്ടോ. അത് കാണുന്ന വണ്ടികളുണ്ടല്ലോ, ഈ കാണുന്ന വണ്ടികൾ ഇതെല്ലാം വെസ്റ്റ് ബംഗാളിൽ കിട്ടുന്ന വണ്ടികളാട്ടോ. അതുകൊണ്ടോ ഏകദേശം ഒരു തായ്ലൻഡിൻ്റെ സെറ്റപ്പ് വണ്ടികളാട്ടോ. അങ്ങനത്തെ കുറേ നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് അടുക്കാറാകുന്ന നേരത്ത് നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് തായ്ലൻഡിലൊക്കെ നമ്മൾ സ്കാനിയനെ വോൾവോടൊക്കെ വണ്ടിയുള്ള പോലെ തന്നെ അതിൻ്റെ വേറെ ടൈപ്പായിട്ട് ഈ വെസ്റ്റ് ബംഗാളിൽ കിട്ടുന്ന സാധനം. അത് റസാക്ക് പണിക്കാരായിട്ട് സംസാരിക്കുന്നുണ്ട്. കേൾക്കുന്നത് പണിയും കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടാണ് റസാക്ക വന്നാക്കുന്നത്, അല്ലേ? സൈറ്റ് ഉണ്ട് ഇപ്പം. സൈറ്റ് ഉണ്ട്. ഇതേപോലത്തെ ക്രോസിങ് എപ്പോഴും കണ്ടോ. ഇതേപോലത്തെ ക്രോസിങ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിയേ, ഒരു ബോധം എന്നാ അല്ലേ, ഒരു ചിന്തിക്കുന്നില്ല ഇവരങ്ങ് കയറ്റും കേട്ടോ. ബൈക്കൊക്കെ ഏത് വഴിക്കാ വരുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ഒരുത്തം കണ്ടോ, റോഡിന്റെ നടുക്കുകൊണ്ട് വണ്ടി നിർത്തിയേക്കുക. ഇവരെന്തൊക്കെയാ കാണിക്കുന്നത് ഇവർക്ക് തന്നെ അറിയില്ല കേട്ടോ. പ്രത്യേകിച്ച് ബൈക്കുകാരെ ഈ കാണുന്ന റൂട്ടിൽ പോകുമ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. അറക്കുന്നു എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഡ്രൈവർമാരെ മൊത്തം പിഴിയും കേട്ടോ. എന്നല്ലേ ഐസ് നോക്കി, ഈ പാവപ്പെട്ട ലോറിക്കാരുണ്ടല്ലോ, രാപകലില്ലാതെ ഈ കാണുന്ന റൂട്ടിൽ കൂടെ കഷ്ടപ്പെട്ട് ഓടിച്ച് ഇതേപോലെയുള്ളവർ അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള ദുരിതാശ്വാസ ഫണ്ട് പിരിക്കില്ല, അല്ലേ? സത്യം പറഞ്ഞ കേട്ടോ, പിച്ചച്ചട്ടി കയറ്റ് വരാന്ന് കേട്ടില്ലേ? എന്നാൽ ഇത് ഗതി പിടിക്കുക, അതുമില്ല. ഇത് ഏതെങ്കിലും മരുന്ന് ഒപ്പിക്കൊണ്ട് കൊടുക്കുകയുള്ളൂ. എന്തൊരു കഷ്ടം പിടിച്ച് പറയട്ടെ. ഞങ്ങളൊക്കെ ശരിക്കും അനുഭവിച്ചു. ഈ റൂട്ടിൽ പിന്നെയും കുറവാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആ ഒരു മേഖലയാണ് ഇതിന്റെ മെയിൻ കേന്ദ്രം കേട്ടോ. മൈക്കിൾ കുട്ടി, മൈക്കിളേ ഇങ്ങോട്ട് നോക്കിയേ. മൈക്കിൾ കുട്ടി കളി കേട്ടോ. മൈക്കിളേ, മൈക്കിളോടെ ഡോറിന്റെ ലോക്കടിക്കല. മൈക്കിൾ കുട്ടി, ഹായ് ഹായ്. മൈക്കിൾ കുട്ടിയാണോ?
മൈക്കിൾ കുട്ടി എന്തെടുക്കുവാ? ഇത്ര നേരം വരെ നമ്മൾ റസാക്കിയാട്ടോ വണ്ടി എടുത്ത. ഇപ്പൊ ഒരു ചെറിയ ഡ്രൈവർ ചേഞ്ച് നടത്തി അടുത്ത ഷിഫ്റ്റ് കയറിയതാട്ടോ. ഈ കാണുന്ന ഫ്രണ്ടിൽ സിംഗിൾ വേ ആണല്ലോ ഇതാട്ടോ. ഈ റൂട്ടിൽ ഒരു മെയിൻ പ്രശ്നം ഇതാ, നമ്മൾ 4 ലൈനിൽ കൂടെ വരുന്നത് പെട്ടെന്ന് സിംഗിൾ ലൈന് പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഹമ്പുകൾ കേട്ടോ. അതിവിടെ മെയിൻ ആണ്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇവിടെ ചെറിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ പരിപാടി നടക്കുന്നുണ്ട്, വർഷങ്ങളായി ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. പല സ്ഥലത്തും പരിപാടികളും കാര്യങ്ങളൊന്നും ഒറീസയിലും ഉണ്ട്, അതേപോലെ ആന്ധ്രയിലും ഉണ്ട് കേട്ടോ ഈ സെയിം പ്രശ്നം. പണ്ട് നമ്മൾ വന്നപ്പോൾ അതേപോലെ തന്നെയാണ് ലിവിനെ, അതെ ചില സ്ഥലങ്ങള് അല്ലടാ റോഡ് വലുതായിട്ടില്ല പിന്നെ അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ. ഗൈസ് നോക്കൂ, അതേപോലെ തന്നെ കേട്ടോ ഉള്ളത്. വേറൊരു കേസ്, നമ്മുടെ വണ്ടിയിൽ ഗ്യാസ് ഇല്ല, ഞങ്ങള് ഗ്യാസ് എടുത്തില്ല കേട്ടോ ഈ പ്രാവശ്യം. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബോർഡറിൽ നിന്ന് ഗ്യാസ് നമ്മൾ ബോർഡർ കിടക്കുന്നത് ചിലപ്പോൾ സമ്മതിക്കൂല, അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പം ആ പെർഫ്യൂം പോലെ ഇരിക്കുന്ന സാധനമുണ്ട് ഗ്യാസ്, മറ്റേ നമ്മളെ വേറൊരു ടൈപ്പ് സാധനമില്ലേ നമ്മളന്ന് മലേഷ്യയിൽ നിന്ന് മേടിച്ച സാധനം, അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഗ്യാസ് സ്റ്റവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു മറ്റേ നമ്മുടെ ഈ റൂം സ്പ്രേ പോലത്തെ ഒരു സാധനം കിട്ടും, ഒരു ഗ്യാസ്. അപ്പോൾ അത് മേടിച്ചാൽ മതി, അതാകുമ്പോൾ വലിയ വിഷയം വരില്ല. അതിന് നല്ല ഫ്ലോയും ഉണ്ട്, ഒരു 4-5 പ്രാവശ്യമൊക്കെ വെക്കാൻ പറ്റും. ചൈന അതിൻ്റെ കേന്ദ്രം, അപ്പോൾ അവിടെ നിന്ന് മേടിക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന എല്ലാ രാജ്യത്തുനിന്നും ആ സാധനം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് മേടിച്ച് ഫില്ല് ചെയ്ത് വെക്കുന്നതായിരിക്കും ബുദ്ധിപരമായ നീക്കം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മേടിക്കണം, അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ മറന്നുപോയി, ഇപ്പം ഞാൻ ഓർത്ത് കേട്ടോ. റസാക്ക ഉറക്കം വരുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഫ്രഷ് ആവും. ഓ, റസാക്കയ്ക്ക് കുളിക്കണം എല്ലാവരും. ഗൈസ് റസാക്കയ്ക്കും സെബിനും മെയിനായിട്ട് കുളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഏതേലും നല്ലൊരു കമ്പനി പമ്പ് നോക്കി നിർത്തണം. 5 സ്റ്റാർ ഗൈസ് നോക്കൂ, വരുന്ന വഴിക്ക് നിർത്തി കേട്ടോ. അതായത് ഉണക്കമീൻ്റെ വലിയൊരു കലവറ ഉണ്ട് കേട്ടോ, അത് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. നോക്കൂ, റോഡിൻ്റെ ഈ ഒരു സൈഡ് മൊത്തം ഉണക്കമീൻ കച്ചവടം കേട്ടോ. ഇത് വലിയൊരു ഉണക്കമീൻ ഏരിയ കേട്ടോ. നോക്കി ഉള്ളിലേക്ക് ഒറീസയുടെ ഒരു ഭാഗം കേട്ടോ കാണുന്നത്. ഈ കാണുന്ന ഇതിൻ്റെ അകത്ത് ചെറിയ പിന്നെ ഇതുണ്ടല്ലോ കൊഴുവ, ചെറിയ മാന്തൽ, നങ്ക്, ചെറിയ ചെമ്മീൻ, പിന്നെ അതുപോലെ പാമ്പാട, പിന്നെ അതേപോലെ തന്നെ വറ്റ, പിന്നെ പരവ, ഉണക്ക മത്തിയൊന്നും കാണാനില്ല കേട്ടോ. ഞാനിതിൻ്റെ മെയിൻ ഒരാളാട്ടോ. നോക്കിയാൽ ഫുൾ ഇത് തന്നെ, എല്ലാ വശത്തും ഇത് തന്നെ അല്ലേ റസാക്കെ? എല്ലാ വശത്തും ഉണക്കമീൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാൻ ഇതിൻ്റെ ആളാട്ടോ. ഉണക്ക മത്തി, ഉണക്ക നങ്ക്, ഉണക്ക തെരണ്ടി ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കട്ടെ. ഏതാ? ഇത് അയല, ഈ കിടക്കുന്ന അയല. അത് ചെറിയ മറ്റേ സൂചിക്കൊഴു, മറ്റേ നങ്ക്. സൂചിക്കൊഴു അത് അയല. ഇത് മറ്റേ ഇതാട്ടോ, മറ്റേ പരന്ന് മറ്റേ മാങ്ങാമത്തി പോലത്തെ സാധനം കേട്ടോ. അത് ഈ ഏരിയ കിട്ടുന്ന അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് എന്തോരെയാണെന്നറിയോ, അത് നടന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. അത്യാവശ്യം കച്ചവടം നടക്കുന്ന ഏരിയ കേട്ടോ. അപ്പോൾ ഒറീസക്കാര് ഈ കാണുന്ന സാധനം കഴിക്കും എന്നുള്ള മനസ്സിലായിട്ടോ. ഞാൻ വിചാരിച്ചു ഇവർ കഴിക്കാറില്ല, നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കേട്ടോ. അല്ല, ഓ ഇതിൻ്റെ മാർക്കറ്റാടോ, ഇതേ ഉള്ളിലേക്കുണ്ട്. ഇതുണ്ടോ ഗൈസ്, ഇതിൻ്റെ മാർക്കറ്റാട്ടോ ഈ കാണുന്നതിൻ്റെ. ഓ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടപ്പോൾ നിർത്തിയത്, ലോറിക്കാരൊക്കെ നിർത്തുന്നുണ്ട്. എനിക്കൊന്ന് ഇവരെ മേടിച്ചോട്ട് ലോങ് പോകുമ്പോൾ വെച്ച് കഴിക്കാനാണ് അല്ലേ? റോഡിൻ്റെ നടുക്കൊക്കെ ഉണക്കായിട്ടുണ്ട് കേട്ടോ. അത് ശരിയാണല്ലോ, ഞാനിപ്പോഴാട്ടോ കണ്ടേ. അത് കലക്കി. ഞാനിത് ആദ്യമായിട്ട് കാണുവാണല്ലോ. ഈ റൂട്ടിൽ പോയപ്പോൾ ദൂരം ഉണ്ടെന്നറിയാവോ അല്ലേ? ഓ ഗൈസ്, ഇത് അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഒറ്റയടിക്ക് വണ്ടി ചേഞ്ച് ആയിട്ടോ. പിന്നെ റസാക്കി എടുക്കുവാണ്. പോവാ പോവാ. ആരാ അതിനാ? അല്ലല്ല, റസാക്കി എടുക്കാന്ന് പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് അല്ലേ? അത് ഗീറിന് കുറച്ച് വലിപ്പം കൂടുതൽ, ഗീർ വീഴുന്നില്ലെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. ഇപ്പം കുഴപ്പമില്ല, ഇല്ലല്ലോ. ലിബിനും അതേപോലെ തന്നെ ലിബിനും ബേക്കിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവരും കുറച്ച് കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഞങ്ങള് നൈറ്റ് സർവീസാ. നോക്കൂ, ഇപ്പം നമ്മളൊരു ഫോറസ്റ്റ് പോലത്തെ സ്ഥലത്തൂടെ കേട്ടോ പോകുന്നത്. എനിക്കൊരു ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ, ഒരു ഫോറസ്റ്റ് പോലത്തെ സ്ഥലം കേട്ടോ. അപ്പുറം ഫുള്ള് കാട്, അതിൻ്റെ നടുക്കൂടെ ഒരു 4 വരി പാത കേട്ടോ, 6 വരി പാത കേട്ടോ. ആ 6 വരി പാതയെ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയാ ഞാനും ലിബിന് സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മണിപ്പൂർ വഴി സിംഗപ്പൂരിന് പോകാൻ വേണ്ടി ശ്രമിച്ച റൂട്ട് ഇതാ കേട്ടോ. താഴെ ഒരു തടാകം പോലെയുള്ള സെറ്റപ്പും ഇത് തന്നെ. ഇതിൽ പിന്നെ റസാക്ക ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വെസ്റ്റ് ബംഗാൾ കയറിയ ഈ സെയിം റൂട്ടാണ്. ഇത് ഇറക്കോട്ടെ, ഇതുണ്ട്. ഇവിടെ ഒരു തടാകം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഈ സൈഡിൽ. ഇവിടെ ഇങ്ങനെ ഫുള്ള് റോഡ്, എന്നിട്ട് നേരെ അങ്ങോട്ട് ചെന്നിറങ്ങും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ എനിക്ക് വന്നൊരു ഒറീസയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, പിന്നെ ആർട്ടിയോടെ. അതിന് ശേഷം പിന്നെ വേറൊന്നുമില്ല കേട്ടോ. ഇത് തന്നെ ഇതുണ്ടോ, ഇതിനകത്ത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് മൊത്തം ലേക്ക് ആട്ടോ. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടൊക്കെ വണ്ടികളൊക്കെ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇച്ചിരി ഡേഞ്ചർ ഏരിയ ആണ്, കാരണം ഈ ന്യൂട്രടി കൂടുതലാട്ടോ. ഈ എണ്ണ അടിച്ചു മാറ്റുന്ന ടീമുണ്ട് ഈ ലോറിയിൽ. ഡ്രൈവർമാർ തന്നെ അത് ഈ ചില മുതലാളിമാർ പൈസ കറക്റ്റ് കൊടുക്കില്ലാത്തതുകൊണ്ട് ഒരു എണ്ണ അടിച്ചു മാറ്റി വയ്ക്കും, എന്നിട്ട് ചില സ്ഥലത്ത് ന്യൂട്രടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ന്യൂട്രടിക്കാൻ ചിലപ്പോൾ എയറൊക്കെ ചിലപ്പോൾ ചിലതിന് ലീക്കൊക്കെ ഉണ്ടെങ്കിൽ എയർ മൊത്തം പോകും, ചവിട്ടിയാൽ കിട്ടുമൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഒക്കെ സംഭവിക്കുന്ന കേട്ടോ. എനിക്ക് കൊടും കുത്തിന വളവാട്ടോ. ഗൈസ് തൊട്ടപ്പുറത്തോട് ട്രെയിൻ പോകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും
നിങ്ങളുണ്ടോ റസാക്ക? ട്രെയിൻ പോകുന്നു, വാലിയ ട്രെയിൻ പെതിയാട്ടോ പോകുന്നത്. കാഴ്ച നോക്കും. ഞങ്ങളുണ്ടല്ലോ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി. റസാക്കയ്ക്ക് പെട്ടെന്ന് ചെറിയ ഉറക്കം പോലെ. അപ്പം ഇനിയിപ്പോൾ ഞാനാട്ടോ ഓടിക്കുന്നത്. ഇനിയിപ്പോൾ റസാക്ക ഇവിടെ ഒരു ചായ കിട്ടി. അപ്പോൾ ആ ചായ കുടിക്കേണ്ട അവിടെ നിൽക്കുന്നു. ഈ കാണുന്ന ഇവിടം വരെ ഉണ്ടായിരുന്നുള്ള മനോഹരമായ റോഡ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ നാശകോടാലമായിരുന്നു റോഡ് കേട്ടോ. തല്ലിപ്പൊളി റോഡായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ അറിയില്ല. ഒറീസയിൽ അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. ഒറീസ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡൊക്കെ ചില ഭാഗങ്ങളിൽ റോഡുകളൊക്കെ ഭയങ്കര മോശമായിരിക്കും കേട്ടോ. അത് നോക്കി ലോറി എല്ലാ സംഭവം ഒറ്റ ലൈനിൽ കൂടെ കേട്ടോ വരുന്നത്. അതല്ലാണ്ട് ഈ ഒരു ലൈനിൽ കൂടെ പോണേ. ഇങ്ങോട്ട് വലിയ കുഴപ്പം കാണുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് ഇവിടെ ഈ സൈഡ് 2 ലൈനാണ്, ഈ സൈഡ് സിംഗിൾ ലൈനാണ് കേട്ടോ. വീണ്ടും ഞങ്ങൾ കൈമാറി. അതായത് റസാക്കയുടെ അടുത്ത് വീണ്ടും ഞാൻ വണ്ടി വാങ്ങിച്ചു. ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. റസാക്കാണ് ഇത്ര നേരം ഓടിക്കുക. വീണ്ടും ലിബിനും സെബിനൊക്കെ ഉറങ്ങും കേട്ടോ. ആകെ നമുക്ക് ഇനി 894 കിലോമീറ്റർ ഈ കാണുന്ന റോഡിൽ കൂടെ ഓടാൻ വേണ്ടി. അതുകൊണ്ട് ഒറീസയുടെ ഇങ്ങേ അറ്റം പോലെ ഏതാണ്ട് അങ്ങേ അറ്റം വരെ നമുക്ക് ഓടാനുണ്ട്. അത് നമുക്ക് ഓടി തീർത്തിട്ട് വേണം ഇനി ജാർഖണ്ഡ്, ബീഹാർ ഭാഗത്തോട്ട് നമുക്ക് കയറാൻ വേണ്ടി. ഗൈസ് നോക്കൂ, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഞങ്ങൾ വണ്ടി നിർത്തും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് ആകാൻ വേണ്ടി കേട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം വീണ്ടും വണ്ടി ഓടിക്കുക. നാട്ടിൽ നിന്നെടുത്തപ്പോൾ തന്നെ ഇതുവരെ റെസ്റ്റ് ആയിട്ടില്ല. ഇങ്ങോട്ടൊക്കെ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഭയങ്കര അപകടം കൂടുതലാണ് കേട്ടോ. എത്ര വണ്ടി അടിച്ചു കിടക്കുന്നൊക്കെ റസാക്ക. എൻ്റെ പൊന്നെ, ഇതൊരു അടി കഴിഞ്ഞ് കയറ്റി വെക്കുന്ന അല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ഇപ്പം ഭുവനേശ്വർ എത്തി കേട്ടോ. ഭുവനേശ്വർ നിന്നാണ് ഇനി നമുക്ക് തിരിയാനുള്ളത്. 5 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് തിരിയണം. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് നല്ല കിട്ടിലെ വണ്ടിയായിട്ട് ഇവരുടെ ഒറീസ KSRTC, അതിൻ്റെ ORTC അങ്ങനെ എന്താണോ ഇവരുടെ സംഭവം. ഇത് നല്ല ബ്ലോക്കായിരിക്കും കേട്ടോ. റസാക്ക, നല്ല ബ്ലോക്കായിരിക്കും കേട്ടോ. നേരത്തെ ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ ആ പാലത്തിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഭുവനേശ്വർ വലിയ എയർപോർട്ട് അല്ലേ മുകേഷ്? നോക്കൂ, അത്യാവശ്യം വലിയ ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ ഭുവനേശ്വർ എയർപോർട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഫ്രണ്ടിലേക്കായി വന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിലെ പോകാൻ നേരത്ത് ഈ ഭുവനേശ്വർ എത്തിയപ്പോൾ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയതാട്ടോ. ഭുവനേശ്വർ എക്സിറ്റ് അടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പക്ഷെ നല്ല ബ്ലോക്കാ അല്ലേ റസാക്ക? ഇവിടെ നമുക്കൊരു പ്രശ്നം, ഈ ഹൈറ്റ് പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവിടെ എപ്പോഴും ഈ ഹൈറ്റിന്റെ മറ്റേ സാധനം പോലീസുകാർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലൂടെ പോകാൻ പറ്റില്ല കേട്ടോ. കറക്റ്റ് നോക്കി പോകണം, ഇല്ലെങ്കിൽ പോയി മേള് അന്ന് ഇടിച്ച പോലെ ഇടിക്കും കേട്ടോ. കാഴ്ച നോക്കൂ, ഞങ്ങൾ പോകുന്ന വഴിക്കണ്ടോ മേളിൽ കൂടെ കണ്ടെയ്നർ ട്രെയിൻ പോകുന്നതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ കണ്ടെയ്നർ ട്രെയിൻ ഇന്ത്യയിൽ പോകുന്നത് കാണുന്നതൊക്കെ. കണ്ടെയ്നർ ട്രെയിൻ പോകുന്നു, തൊട്ട് താഴെ കൂടെ വണ്ടികൾ പോകുന്നു. അടിപൊളി. എന്നെ പതിയെ പോണെന്നൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ കാണുന്നത് കേട്ടോ. നിന്നു ഇവിടെ ഒരു മെയിൻ പ്രശ്നം ഇതുപോലത്തെ ഹൈറ്റിന്റെ സംഭവം ഉണ്ട് കേട്ടോ. ആർട്ടിയുടെ ഇവിടുത്തെ ബസ്സുകളെല്ലാം ഭയങ്കര നീറ്റ്നെസ് ആട്ടോ. നല്ല ക്ലിയറാ വണ്ടികൾക്കല്ല അല്ലേ? നല്ല വൃത്തിയാ വണ്ടികൾക്കല്ല. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ എത്തി. ഭുവനേശ്വരിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട് ആയതുള്ളൂ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ഫുള്ള് തീർന്നു. അതായത് ഇനി ഒരു തുള്ളിയില്ല കേട്ടോ. വറ്റിച്ച് ഞാൻ കഴിച്ച് നോക്കൂ, ഏതാണ്ട് 60 ലിറ്റർ എണ്ണ കയറും. റസാക്കേ എന്നാ പറഞ്ഞേ? എണ്ണ അടിക്കാനല്ലേ പറഞ്ഞേ? വേറെ എന്ത് പറയാനാ? 93 പൈസ കുറഞ്ഞല്ലേ? 92 കുറവല്ലേ? അവിടെ എത്രയായിരുന്നു? എവിടെ? നാട്ടിലാ? അല്ല, ആന്ധ്രയില് 96 ഇവിടെ എത്രയാ? 93. അതായത് 92 പോയിന്റ് സംതിങ് കേട്ടോ. എന്നാലും എണ്ണ അടിച്ചോണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 60 ലിറ്റർ എണ്ണ കയറും കേട്ടോ. അത് കയറി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എല്ലാവരും എണീറ്റു കേട്ടോ. ലിബി എണീറ്റു, സെബിൻ എണീറ്റില്ലേ? 10 മണിക്ക് ശേഷം എടുക്കൂലേ? രാത്രി 10 മണിക്ക് ശേഷം സെബിനൊക്കെ എടുക്കും കേട്ടോ. ഇനി സെബിനും ലിബിനുമാണ് ഡ്യൂട്ടി. ഞാനും ലിബിനും കൂടെ ഒരു വിധത്തിൽ ഇനിയും അല്ല, ഞാനും റസാക്കും കൂടെ ഒരു വിധത്തിൽ 10 മണി വരെ ഓടിക്കും. ഞങ്ങൾ 2 മണി കഴിഞ്ഞു നോക്കുക. അവർ 10 മണി 2 മണിയല്ല കേട്ടോ, 10 മണി കേട്ടോ. ഇന്ന് എത്രാമത്തെ ഏടാ? രണ്ടാമത്തെ ഫില്ലിംഗ് അല്ലേ? ഇന്ന് രണ്ടാമത്തെ ഫില്ലിംഗ് നോക്കി. ഇന്ന് രണ്ടാമത്തെ ഫില്ലിംഗ് കേട്ടോ വണ്ടിയിലെ എണ്ണ. രാവിലെ ഒന്ന് അടിച്ചു തുറക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ? അതിന് ശേഷം ഇപ്പം ഇത് കേട്ടോ. നല്ല രീതിയിൽ എണ്ണ കയറുന്നുണ്ട് കേട്ടോ. 50 ഇപ്പം എത്ര? ഓക്കെ ബസ് 53 ആയിടും. ഏതാണ്ട് 5000 രൂപ എടുത്ത് 4900 സംതിങ് എണ്ണ കയറി കേട്ടോ. ഓക്കെ, അത് മതി കേട്ടോ. ഇനി ബാക്കി എവിടെന്നെങ്കിലും വഴിയിൽ നിന്ന് അടിക്കാം അല്ലേ? അടച്ചേരടോ. നിന്റെ അടുത്താണോ? ഗൈസ് നോക്കൂ, ഒരു വലിയ കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഈ ടോപ്പ് ബോക്സിന്റെ ഇതഴിക്കാൻ മറന്നു കേട്ടോ. അതായത് താക്കോല് കിട്ടിയോ ലിബിയ?
പൊങ്ങുന്നുണ്ടോ നോക്കിയേ? ഇവിടെ പൊങ്ങുന്നുണ്ട്. ഇവിടെ ഇപ്പഴും ടൈറ്റ് ആണോ നോക്ക്. ഇവിടെ പൊങ്ങുന്നുണ്ടോ? എടാ അതല്ലടാ, ആ മേലത്തെ ടോപ്പ് ബോക്സ് പൊങ്ങുന്നുണ്ടോ? മറിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാ തുറന്നിട്ട്? ലോക്ക അല്ലേ? അതിന്റെ പൊങ്ങുന്നില്ല പിന്നെ ചെറിയ ഇളക്കമുണ്ടോ? ആ അത് നോക്കണ്ട. പോവില്ലോ, ഉരി പോവില്ലോ. ആ അത് മറ്റേ കുഴപ്പമില്ല. ആ പോരെ. ഒന്ന് തുറന്നിട്ട് ഉള്ളിൽ ടൈറ്റ് ആണോ നോക്കണോടാ? ഒന്ന് തുറന്നിട്ട് ഉള്ളിൽ ടൈറ്റ് ആണോ നോക്കണോ? നോക്ക് ലിപി ഉണ്ടല്ലോ, അതൊന്ന് തുറന്നേ. അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആണെന്ന് നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ലൂസാണ്, സാധനം ഊരിപ്പോ. അപ്പോൾ എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് നല്ല കാര്യമായിരിക്കും. അപ്പോൾ ലൂസാണോടാ? ആ അതാ കിടന്ന് ഇളകിയ. ലൂസായതുകൊണ്ടാണ് ഇളകിയ, അല്ലെ ഇളകൂലായിരുന്നു. സെബിനെ നമ്മൾ നേരത്തെ ഓർക്കേണ്ട കാര്യമായിരുന്നത് അല്ലേ? ആ ഗൈസ് നോക്കും, നമ്മൾ നേരത്തെ ഓർക്കേണ്ട കാര്യം സാരമില്ല കേട്ടോ. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വന്ന വഴി അപ്പുറമല്ലടാ, അവിടുന്ന് പോകുന്നല്ലേ ബുദ്ധി. ആ ഗൈസ് നോക്ക്, നമുക്ക് ആ വഴിയെ പോകട്ടോ. അപ്പോൾ ഗൈസ് നോക്ക്, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഭുവനേശ്വരിൽ ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് നേരെ വെസ്റ്റ് ബംഗാളിന്റെ സൈഡിൽ കൂടെ ജാർഖണ്ഡ് വഴി ബീഹാർ കേട്ടോ.